യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. ഈ ആത്മീക ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരായ നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ പ്രത്യാശ, ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് അനുഭവിക്കുന്നതായ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നിന്നും നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നതായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള എന്നേക്കുമുള്ള കോടാനുകോടി യുഗങ്ങളായിട്ടുള്ള അതേ ആ ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലേക്ക് നമ്മെ വഴി നടത്തുന്നതായ ധാരാളം ഉപമകൾ, ധാരാളം ഉപദേശങ്ങൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അവയെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ വചനങ്ങൾ ഓരോന്നും നമ്മളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും ഈ ലോകത്തിലെ കഷ്ടങ്ങളെ സാരമില്ലെന്നെണ്ണുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോസ്തലൻ പൗലോസ് അത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നൊടിനേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സുള്ള നിത്യഘനം പ്രാപിക്കുമെന്നുള്ള ആ വലിയ പ്രതീക്ഷ അപ്പോസ്തലൻ പങ്കുവെച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ആ ഘനമേറിയ പ്രത്യാശയെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് വളരെ ഭാരമുള്ളതും, ഈ ലോകത്തിൽ തന്നെ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമായി തീരും. അതുകൊണ്ട് നമ്മൾ ഈ പഠിക്കുന്നതായ, ധ്യാനിക്കുന്നതായ വേദചിന്തകൾ ഓരോന്നും തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അത് ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധി ഉള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഇത് കാണിക്കുന്നത് നമ്മുടെ ഈ വർത്തമാന കാലത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നവരായ ആളുകൾ അവർ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും അവർ ബുദ്ധിയുള്ളവർ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ബുദ്ധിയുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരും ആയി തീരാം. അങ്ങനെ വരാതിരിക്കുവാൻ ഈ ഒരു ഉപമ നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപമയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ യേശു എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ കന്യകമാരാരാണെന്നും അതുപോലെ ഇവിടെ വിളക്കിന്റെ പ്രാധാന്യം എന്താണെന്നും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വിളക്കിനെ കുറിച്ച് അല്പം കൂടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. തീർച്ചയായിട്ടും ആ കാര്യവും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിളക്ക് എന്നത് സൂചിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം അത് ഒരുക്കപ്പെടുന്നത് അതേപോലെ തന്നെ ആന്തരികമായിട്ട് നമുക്കുള്ളതായ ആത്മാവിൻ്റെ അനുഭവങ്ങൾ ഇവയെല്ലാമാണ് വിളക്കിനെ കാണിക്കുന്നതെന്ന്. ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വേദഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. അതേപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മളുടെ ബലഹീനതകളിൽ ആത്മാവ് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നുള്ളത്. മറ്റൊരു വാക്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജയം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, അകൃത്യങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. അവൻ നമ്മളെ കൃപയിൽ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. നോക്കണേ, ഈ വാക്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കും?
ഇതേ ഒരു കാര്യമാണ് ഈ വിളക്കും ഈ വിളക്കിലെ എണ്ണയും എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കർത്താവ് യേശുക്രിസ്തുവിൽ ഒരുക്കപ്പെട്ടത് ഒരു വിളക്കെന്ന പോലെ ഒരുക്കപ്പെട്ടതും, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ആ അനുഭവങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ അവനോടൊപ്പം നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയുള്ളൂ എന്നുള്ള വസ്തുതയാണ് നമ്മൾ ഈ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്ന കന്യകമാരുടെ ഉപമയിൽ നിന്നും പഠിക്കുന്നത്. പക്ഷെ ഇവരിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. എന്തുകൊണ്ടാണ് 5 പേർ ബുദ്ധിയുള്ളവരെന്ന് പറയാൻ കാരണം, വിശുദ്ധ വേദപുസ്തകം ബുദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി അതിനെ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് സദൃശ്യവാക്യം 1:7. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? യഹോവ ഭക്തിയുള്ളവരായ ആളുകൾ, അതായത് ഒരു ജ്ഞാനിയായ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ അവൻ യഹോവ ഭക്തനായിരിക്കണം. അവനിലാണ് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ സാധാരണ വളരെ ജ്ഞാനികൾ എന്ന് പറയുന്നത് ഈ ലോകത്തെക്കുറിച്ചും അതിലുള്ള സകലതിനെക്കുറിച്ചും അറിവുള്ള ആളുകളെയാണ് നമ്മൾ പൊതുവെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. പക്ഷെ ദൈവം അവരെ നോക്കുമ്പോൾ അവർ ജീവനുള്ള ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ അവർക്ക് എത്രത്തോളം ജ്ഞാനമുണ്ടെങ്കിലും അവർ ശരിയായിട്ട് ജ്ഞാനമുള്ളവരല്ലെന്ന് ദൈവം അവരെക്കുറിച്ച് വിധി ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേദോസ്തത്തിൽ തന്നെ കർത്താവ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത് ദൈവമില്ല എന്ന് പറയുന്നതായ എത്തിസ്റ്റായ ആളുകൾ, വളരെ ജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരായ ആളുകളുണ്ട്. അവരെ നമുക്ക് എങ്ങനെ മൂഢനെന്ന് വിളിക്കാൻ സാധിക്കും? നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ജ്ഞാനികളാണ്, അവർ വളരെയധികം പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ നോട്ടത്തിൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ പോഷന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് യഹോവ ഭക്തിയില്ല. നമ്മൾ സാധാരണയായിട്ട് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു പോഷനായി തീർന്നിട്ടിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയില്ല എങ്കിലും എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭക്തിയുമുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഞാൻ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം എന്താണ് ജ്ഞാനം എന്നുള്ള വിഷയത്തെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ള സകലതിനെക്കുറിച്ചും ഒരു വ്യക്തിക്ക് അറിവുണ്ടെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ മുമ്പാകെ അവൻ ഭോഷനാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ദൈവവചനത്തെ നിരസിക്കുന്നവരായ ആളുകൾ, ദൈവത്തെ നിരസിക്കുന്നവരായ ആളുകൾ അവർ ദൈവത്തിന് മുമ്പാകെ ഭോഷന്മാരാണ്. പക്ഷെ ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ എന്ന് പറയുന്നത് യഹോവ ഭക്തി ഉള്ളവരാണ്. അപ്പോൾ ഈ കന്യകമാർ അവർ 10 പേർക്കും മണവാളനെ കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷേ മണവാളനെ കുറിച്ച് അറിവുണ്ടെങ്കിലും മണവാളനെ എതിരേൽക്കാനുള്ള ആ ഒരുക്കത്തെക്കുറിച്ച് ചിന്തയിൽ ഇവർ വളരെ വിഭിന്നരുമാണ്. അവർ കുറച്ചുപേര് ചിന്തിക്കുന്നു, അങ്ങനെ ഞങ്ങൾ എണ്ണയെടുക്കേണ്ടത് ആവശ്യമില്ല, ഉള്ള എണ്ണ മതി, ഈ എണ്ണ തീരുന്നത് വരെയും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല, മണവാളൻ വരും, നമുക്ക് അവൻ്റെ കൂടെ മണിയറയിൽ പ്രവേശിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതുതന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു ഇതിനു മുമ്പ് ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും എന്നുള്ള വിഷയത്തെക്കുറിച്ച് യേശു മറ്റു രൂപമേയും ഈ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ. 2 പേര് വീട് പണിതു, ഒരുവൻ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിതു, മറ്റുള്ളവൻ മണലിന്മേൽ വീട് പണിതു. പക്ഷേ വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, കൊടുങ്കാറ്റടിച്ചപ്പോൾ, കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ ആ മണലിന്മേൽ പണിത വീട് ഇടിഞ്ഞുപോയി, തകർന്നുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പക്ഷേ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിതവൻ്റെ വീടോ അത് ഉറപ്പോടുകൂടെ നിന്നു. അവനാണ് ബുദ്ധിയുള്ളവൻ. അവിടെ യേശു പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത് എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവർ അവരാണ് ബുദ്ധിയുള്ളവർ. അതേ, ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരും ബുദ്ധിയുള്ള കന്യകമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബുദ്ധിയുള്ള കന്യകമാർ അവർ വചനം അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക.
ബുദ്ധിയുള്ളവർ ഇന്ന് ദൈവത്തോടൊപ്പമുള്ള വളരെ ശക്തമേറിയ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് അവർ ആത്മാവിനാൽ ഒരുക്കപ്പെടുന്നവരും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവരും ദൈവഭക്തിയിൽ ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം തേടി ഓരോ ദിവസവും അവർ ജീവിക്കുന്നവരായിരിക്കും. ഏതൊരു വിഷയത്തെക്കുറിച്ചും അവരുടെ ബാഹ്യ കണ്ണുകൾ കാണുന്നതിനേക്കാൾ ഉപരി അവരുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നതായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളും ബുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് തയ്യാറാകണം. ഇന്ന് അതിനു വേണ്ടിയുള്ള സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന്, അതേ കർത്താവെ, വിളക്കെടുത്തും അതിൽ എണ്ണയെടുത്തും വളരെ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ഇന്ന് അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവർ, കർത്താവെ, അവർ ലോകത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല, ലോകത്തിലുള്ളതിനെക്കുറിച്ച് ഗ്രഹിക്കുക മാത്രമല്ല, അവർ യഹോവ ഭക്തിയുള്ളവരായിരിക്കാനും ബുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിപ്പാനും തക്കവണ്ണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? അതിനും ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടി ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.